ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ക്രിക്ക് ടോക്സ് വിത്ത് കിരൺ. മുംബൈ ഇന്ത്യൻസ് വേഴ്സസ് സൺറൈസേഴ്സ് ഹൈദരാബാദ്. സൺറൈസേഴ്സ് ഹൈദരാബാദ് കളിക്കുന്ന ഒരു അറ്റാക്കിംഗ് ടെംപ്ലേറ്റ് ഉണ്ട്. അത് നമുക്കറിയാം. ആദ്യത്തെ ബോൾ മുതൽ ആക്രമിച്ച് കളിക്കുക എന്നതാണ് സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ ഒരു രീതി. ഈ ഒരു സ്റ്റൈലിന് തുടക്കമായത് ഒരുപക്ഷെ കഴിഞ്ഞ വർഷം ഇവർ തമ്മിൽ ഏറ്റുമുട്ടിയ ആദ്യത്തെ മത്സരത്തിലാണ് നമുക്ക് പറയേണ്ടി വരും. സ്റ്റൈലിന് തുടക്കമായതല്ല, അത് ലോകം കണ്ടത്. അതായത് സൺറൈസേഴ്സിനെ കൊണ്ട് വേണമെങ്കിൽ ഭാവിയിൽ 300 അടിക്കാം എന്നുള്ള രീതിയിലുള്ള ടോക്സ് തുടങ്ങിയത് കഴിഞ്ഞ വർഷം ഈ രണ്ട് ടീമുകൾ ഏറ്റുമുട്ടിയപ്പോഴാണ് ഹൈദരാബാദിൽ വെച്ച്. അന്ന് 277 റൺസാണ് മുംബൈ ഇന്ത്യൻസിനെതിരെ നമ്മുടെ സൺറൈസേഴ്സ് ഹൈദരാബാദ് സ്കോർ ചെയ്തത്. ഇപ്പോൾ 246 റൺസ് അവർ തിരിച്ചടിച്ചു. ഇത്രയൊരു സ്കോർ അവരടിച്ചെങ്കിലും 31 റൺസിന് മാത്രമാണ് സൺറൈസേഴ്സ് ജയിച്ചത്. അത് വേറൊരു കാര്യം. അത് സൺറൈസേഴ്സിന് സ്ഥിരം സംഭവിക്കുന്നതുമാണ്. പക്ഷേ നമ്മൾ ഈ പറയുന്ന ഒരു അറ്റാക്കിംഗ് ബ്രാൻഡ് ഓഫ് ക്രിക്കറ്റ് 250 മുകളിൽ അനായാസം സ്കോർ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞു തുടങ്ങിയത് കഴിഞ്ഞ വർഷം ഈ രണ്ട് ടീമുകൾ ഏറ്റുമുട്ടിയ സമയം മുതലാണ്. അത് കഴിഞ്ഞ സീസണിൽ അവർ ഒരു തവണ കൂടി ഏറ്റുമുട്ടി. അത് വാങ്കഡയിൽ വെച്ചായിരുന്നു. ആ മത്സരം മുംബൈ ഇന്ത്യൻസ് ജയിച്ചു. അവിടെ 200 മേളിൽ അടിക്കാനൊന്നും സൺറൈസേഴ്സിന് കഴിഞ്ഞില്ല. 173 റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ. അത് അനായാസം നമ്മുടെ മുംബൈ ഇന്ത്യൻസ് വിജയിക്കുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ കഴിഞ്ഞ സീസണിൽ ഒരു മത്സരം ജയിച്ചത് സൺറൈസേഴ്സും ഒരു മത്സരം ജയിച്ചത് മുംബൈ ഇന്ത്യൻസും ആണ്. അപ്പോൾ ഈ സീസണിലേക്ക് വരുമ്പോൾ ഈ മത്സരം വാങ്കഡയിലാണ്. ഇപ്പോൾ ഈ രണ്ട് ടീമുകളുടെയും സീസൺ നോക്കിക്കഴിഞ്ഞാൽ രണ്ട് ടീമുകളും ഏകദേശം ഒരേ വഞ്ചിയിലെ യാത്രക്കാരാണെന്ന് പറയേണ്ടി വരും. നെറ്റ് റൺ റേറ്റ് മാത്രമാണ് ഈ ടീമുകളെ തമ്മിൽ വേർതിരിക്കുന്നത്. അപ്പോൾ 6 മത്സരം കളിച്ചിട്ട് 2 വിജയവും 4 പരാജയങ്ങളുമാണ് രണ്ട് ടീമുകൾക്കും ഉള്ളത്. അപ്പോൾ ഏറെക്കുറെ ഒരേ രീതിയിലാണ്. ഇനി ഇവർ ഈ മത്സരത്തിലേക്ക് വരുന്നത് നോക്കിക്കഴിഞ്ഞാൽ രണ്ട് ടീമുകളും ഓരോ വിജയങ്ങളുടെ പുറത്താണ് ഈ മത്സരത്തിലേക്ക് എത്തുന്നത്. ഇപ്പോൾ മുംബൈ ഇന്ത്യൻസിന്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഡൽഹി ക്യാപിറ്റൽസിനെതിരെ ഒരു കോൺഫിഡൻസ് മൊറൽ ബൂസ്റ്റിംഗ് വിജയം എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം അവർ തോറ്റു എന്ന് കരുതിയെടുത്ത് നിന്ന് കരുണാകരൻ്റെ ആ ഒരു എക്സ്പ്ലോസീവ് ഇന്നിങ്സിൽ അവർ തോറ്റു എന്ന് കരുതിയെടുത്ത് നിന്നാണ് മത്സരം തിരികെ പിടിച്ചത്. അതിനവർക്ക് ഹെൽപ്പായത് നമ്മുടെ ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് വന്ന കരൺ ശർമ്മ, മിച്ചൽ സാനർ, അതുപോലെ പിന്നീട് അവസാനം ഫീൽഡിങ്ങിൽ ഒരു അടുപ്പിച്ച് 3 റണ്ണൗട്ട്, ഇതൊക്കെയാണ് അവരെ മത്സരത്തിലേക്ക് തിരികെ എത്തിച്ചത്. ഇനി നമ്മൾ സൺറൈസേഴ്സിന്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഇവർ ആദ്യത്തെ മത്സരത്തിൽ രാജസ്ഥാനെതിരെ 286 സ്കോർ ചെയ്തതിന് ശേഷം പിന്നീട് 200 പോലും കടക്കാൻ വിഷമിച്ചു. പിന്നീട് അങ്ങോട്ട് എല്ലാവരും അവരുടെ പ്രോപ്പറായിട്ട് പവർ പ്ലേയിൽ വിക്കറ്റ് വീഴ്ത്തുന്നു, അവരെ ചെറിയ സ്കോറിന് ഒതുക്കുന്നു, ചേസ് ചെയ്ത് ജയിക്കുന്നു. അങ്ങനെ തുടർച്ചയായിട്ട് പരാജയങ്ങൾ വന്നു. എന്നാൽ കഴിഞ്ഞ മത്സരത്തിൽ വീണ്ടും തങ്ങളെ കൊണ്ട് എന്താണ് കഴിയുക എന്ന് സൺറൈസേഴ്സ് കാണിച്ചു. പഞ്ചാബ് കിങ്സ് ഹൈദരാബാദിൽ ഒരു 245 റൺസ് എടുത്തു. അപ്പോൾ 246 എന്നൊരു വിജയലക്ഷ്യം അനായാസമാണ് അവർ ചേസ് ചെയ്തത്. അതായത് തങ്ങളുടെ അറ്റാക്കിംഗ് ഇൻറ്റന്റ് കൊണ്ട് ഏതൊരു വലിയ സ്കോറും അനായാസം ചേസ് ചെയ്യാൻ കഴിയുമെന്ന് അവർ ഒരു തവണ കൂടി തെളിയിച്ചു. അപ്പോൾ അങ്ങനെ വന്നപ്പോഴേക്കും ഈ രണ്ട് ടീമുകളും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏകദേശം ഈ ഒരു സീസണിൽ ഒരേ ലെവലിലായി. അപ്പോൾ ഇവർ തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ ഈ മത്സരം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഈ വർഷത്തെ IPL ഷെഡ്യൂൾ അനുസരിച്ചിട്ട് നമ്മുടെ അവസാനം നിൽക്കുന്ന 3 ടീമുകളായ മുംബൈ, സൺറൈസേഴ്സ്, ചെന്നൈ സൂപ്പർ കിങ്സ്, ഇവർ 3 പേരും ഇനി പരസ്പരം ഒന്നിൽ കൂടുതൽ തവണ വരുന്ന മത്സരങ്ങളിൽ ഏറ്റുമുട്ടും. അപ്പോൾ ഈ മത്സരങ്ങളിൽ വിജയിക്കുന്നവർക്ക് നമ്മുടെ പ്ലേ ഓഫിലേക്കുള്ള റേസിൽ പോകാനായിട്ട് കുറച്ച് പോയിന്റ് ടേബിളിൽ മുന്നോട്ട് പോകും. എന്നാൽ തോൽക്കുന്ന ടീമുകൾക്ക് ഒരുപക്ഷെ പ്ലേ ഓഫ് അസാധ്യമായി എന്ന് വരാം. കാരണം എന്ന് പറയുന്നത് ഒരു ഷെഡ്യൂളിൽ ഇതാണ്. കാരണം അവസാനം ഉള്ള 3 ടീമുകൾ പരസ്പരം ഏറ്റുമുട്ടി വീണ്ടും തോൽവികൾ ഒരു ടീമിന് സംഭവിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർ താഴോട്ട് പോകും. അപ്പം അങ്ങനെ ഒരു കാര്യം കൂടി ഇവിടെ ഉണ്ട്. അപ്പോൾ രണ്ട് ടീമുകൾക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മത്സരമാണ്. ഇനി നമ്മൾ ടീമിലേക്ക് വന്നു കഴിഞ്ഞാൽ മുംബൈ ഇന്ത്യൻസിന്റെ കാര്യത്തിലുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രോഹിത് ശർമ്മയുടെ ഫോമാണ്. രോഹിത് ശർമ്മ കഴിഞ്ഞ മത്സരത്തിൽ നല്ല ടച്ചിലാണെന്ന് തോന്നിപ്പിച്ചു, വിക്കറ്റ് പോയി. ഈ സീസണിൽ കളിച്ച 5 മത്സരങ്ങളിലും പവർ പ്ലേ അതിജീവിക്കാൻ രോഹിത്തിന് കഴിഞ്ഞിട്ടില്ല. അതിൽ മുന്നിലുള്ളത് ക്വിന്റൺ ഡീകോക്ക് മാത്രമാണ്. ക്വിന്റൺ ഡീകോക്ക് 6 തവണ പവർ പ്ലേയിൽ പുറത്തായി, ഒരു തവണ ഒരു 97 എടുത്തു. പക്ഷേ രോഹിത്തിനാണെങ്കിൽ 5 തവണ പവർ പ്ലേയിൽ തന്നെ പുറത്തായി, ഒരു തവണ പോലും പവർ പ്ലേ കടക്കാൻ രോഹിത്തിന് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അത് ഒരു കൺസേണിംഗ് ആയിട്ടുള്ള ഫാക്ടറാണ്. പിന്നീട് എൻ്റെ അഭിപ്രായത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ മത്സരത്തിൽ അവർ ബാറ്റിംഗ് ഓർഡർ ഒന്ന് ചേഞ്ച് ചെയ്തു. അതായത് സൂര്യകുമാർ യാദവ് 3, തിലക് വർമ്മ 4 എന്ന രീതിയിൽ ബാറ്റിംഗ് ഓർഡർ ഒന്ന് ചേഞ്ച് ചെയ്തു. അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കും വിൽ ജാക്സ് ഒരു ലോവർ മിഡിൽ ഓർഡറിലാണ് ഇറങ്ങിയത്. അത് പക്ഷേ വിൽ ജാക്സിന്റെ ഒരു പൊസിഷൻ അല്ല. എൻ്റെ അഭിപ്രായത്തിലും വിൽ ജാക്സിനെ റീപ്ലേസ് ചെയ്യണം എന്ന് തന്നെയാണ്. കാരണം വിൽ ജാക്സ് ഒരു ടോപ്പ് ഓർഡർ ബാറ്ററാണ്. ഈ ലോവർ ഓർഡറിൽ യൂസ് ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നും ഉണ്ടാവുന്നില്ല. അപ്പോൾ അതിന് പകരം അവർക്ക് 2 ഓപ്ഷനുള്ളൂ. ഒന്ന് ബെവൻ ജേക്കബ്സും പിന്നൊന്ന് കോർബിൻ ബോഷുമാണ്. അപ്പോൾ പരിശീലനത്തിൽ കോർബിൻ ബോഷ് അത്യാവശ്യം ഒരു ബോളിംഗ് സ്റ്റിന്റ്, നീണ്ട ബോളിംഗ് സ്റ്റിന്റ് പ്രാക്ടീസിൽ നടത്തി. അപ്പോൾ ചിലപ്പോൾ കോർബിൻ ബോഷ് വരാൻ സാധ്യതയുണ്ട്. അത് നല്ലൊരു അഡീഷൻ ആയിരിക്കും. നല്ലൊരു ഓൾറൗണ്ടറാണ്. തീർച്ചയായിട്ടും വിൽ ജാക്സിനേക്കാൾ നല്ലൊരു അഡീഷൻ ആയിരിക്കും. ബാക്കി നോക്കിയാൽ തിലക് വർമ്മ ഫോമിലേക്ക് തിരിച്ചെത്തി, സൂര്യകുമാർ യാദവിൽ നിന്ന് റൺസ് വരുന്നുണ്ട്, റിക്കിൾട്ടൺ അത്യാവശ്യം നന്നായിട്ട് കളിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് കുറേ പോസിറ്റീവ്സ് ഉണ്ട്. ഇനി മുംബൈ ഇന്ത്യൻസിന്റെ ബോളിങ്ങിലേക്ക് വന്നാൽ അവർക്ക് ഇഷ്യൂ ഉള്ളത് അവരുടെ പവർ പ്ലേ ബോളേഴ്സ് എന്ന് പറഞ്ഞാൽ ട്രെന്റ് ബോൾട്ടും ദീപക് ചഹാറുമാണ്. IPL ചരിത്രത്തിൽ തന്നെ പവർ പ്ലേയിൽ ഏറ്റവും കൂടുതൽ പ്രഹരശേഷിയുള്ള താരങ്ങളാണ് ഇരുവരും. പക്ഷേ ഈ സീസണിൽ ബോൾട്ടിന് തന്റെ പഴയ ഒരു ഫോം പുറത്തെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇതേവരെ നടന്ന 6 മത്സരങ്ങളിൽ 2 മത്സരങ്ങളിൽ മാത്രമാണ് പവർ പ്ലേയിൽ ബോൾട്ടിന് വിക്കറ്റ് വീഴ്ത്താൻ കഴിഞ്ഞത്. ഇപ്പോൾ നമ്മൾ പലപ്പോഴും സൺറൈസേഴ്സിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. സൺറൈസേഴ്സിനെ തോൽപ്പിക്കണമെങ്കിൽ പവർ പ്ലേയിൽ അവരുടെ വിക്കറ്റ് വീഴ്ത്തണം. സൺറൈസേഴ്സ് തോറ്റ 4 മത്സരങ്ങളിലും പവർ പ്ലേയിൽ അവരുടെ വിക്കറ്റ് വീണു. എന്നാൽ തോൽക്കാത്ത 2 മത്സരങ്ങളിൽ പവർ പ്ലേയിൽ ഒരു ഇൻറോഡ് ഉണ്ടാക്കാൻ എതിർ ടീമിന് കഴിഞ്ഞില്ല. അപ്പോൾ ഇങ്ങനെ ഒരു കോൺടെസ്റ്റിനുള്ളിൽ ഒരു കോൺടെസ്റ്റ് വരുമ്പോൾ
ഇവരുടെ ന്യൂ ബോൾ ബോളേഴ്സ് ഫോമിലാവേണ്ടത് മുംബൈയുടെ ആവശ്യമാണ്. ഇവിടെ ഒരു ബ്രൈറ്റ് സ്പോട്ട്, ഒരു പോസിറ്റീവ് ഫാക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു 2 മത്സരങ്ങളിലെ ട്രെന്റ് ബോൾട്ട് പവർ പ്ലേയിൽ വിക്കറ്റ് എടുത്തിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അത് രണ്ടും വാങ്കഡയിൽ നടന്ന മത്സരത്തിലാണ്. ഈ മത്സരം നടക്കാൻ പോകുന്നത് വാങ്കഡയിലാണ്. അത് നമ്മുടെ മുംബൈ ഇന്ത്യൻസിന് ഒരു പ്രതീക്ഷ നൽകുന്നുണ്ട്. ഇപ്പോൾ സൺറൈസേഴ്സിന്റെ കാര്യത്തിൽ വന്നാൽ ഞാൻ പറഞ്ഞ പോലെ വീണ്ടും അഭിഷേക് ശർമ്മയും ട്രാവിസ് ഹെഡും റൺസ് കണ്ടെത്തിയിരിക്കുന്നു. പിന്നെ ഇഷാൻ കിഷന്റെ കാര്യമാണ് ഒരു വറിയിങ് ഫാക്ടർ. അതായത് ഇഷാൻ കിഷന് കാര്യമായിട്ട് ആദ്യത്തെ മത്സരത്തിലെ സെഞ്ചുറിക്ക് ശേഷം കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അതാണ് അവരുടെ ടോപ്പ് ഓർഡറിലുള്ളൊരു പ്രശ്നം. ബാക്കി വലിയ പ്രശ്നമില്ല. ഇപ്പം ഞാൻ പറഞ്ഞു അവരുടെ അറ്റാക്കിംഗ് ഇന്ത്യൻ സ്റ്റൈൽ ഓഫ് പ്ലേ വെച്ചിട്ട് ആദ്യ പന്ത് തന്നെ അടിക്കാൻ നോക്കിയാണ്. അങ്ങനെ പെട്ടെന്ന് വിക്കറ്റ് പോയാണ് ഒരു 4 മത്സരങ്ങളിൽ ഇവർ തോറ്റത്. ഇപ്പോൾ കഴിഞ്ഞ മത്സരങ്ങളിൽ കുഴപ്പമില്ല. പക്ഷേ ബോളിങ്ങിലേക്ക് വന്നാൽ ഇവർക്ക് പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ അവർ 245 റൺസ് കൊടുത്തു. ഇപ്പോൾ അത് കഴിഞ്ഞ സീസൺ മുതലുള്ള പ്രശ്നമാണ്. ഇപ്പോൾ ഏത് മത്സരം നോക്കിയാലും അവർ 277 അടിച്ച് മുംബൈക്കെതിരെ 277 അടിച്ചപ്പോഴും 246 റൺസ് വിട്ടുകൊടുത്തു. രാജസ്ഥാനെതിരെ ഈ സീസൺ വലിയൊരു സ്കോർ എടുത്തപ്പോഴും ഏകദേശം 240 മുകളിൽ റൺസ് വിട്ടുകൊടുത്തു. അപ്പോൾ ബോളിങ്ങിൽ പ്രശ്നങ്ങളുണ്ട്. പിന്നെ കഴിഞ്ഞ മത്സരത്തിൽ ടീമിലേക്ക് വന്ന ഇഷാൻ മലിംഗ ഡീസൻ്റ് ആയിട്ട് ബോൾ ചെയ്തു. അതുപോലെ സീഷൻ അൻസാരിയും നല്ല ഒരു ടച്ചിലാണ്. പിന്നെ മുഹമ്മദ് ഷമി നന്നായിട്ട് റൺസ് വിട്ടുകൊടുക്കുന്നുണ്ട്. കഴിഞ്ഞ മത്സരത്തിൽ തന്നെ 75 റൺസ് വിട്ടുകൊടുത്തു. പാറ്റ് കമിൻസും അത്യാവശ്യം എക്സ്പെൻസീവ് ആവുന്നുണ്ട്. പിന്നെ എനിക്ക് പറയാനുള്ളത് ഹർഷൽ പട്ടേലിനെ പറ്റിയാണ്. നമുക്കറിയാം ഹർഷൽ പട്ടേൽ എക്സ്പെൻസീവ് ആവാറുണ്ട് ആ ഒരു സ്റ്റൈൽ ഓഫ് ബോളിങ്ങിൽ. പക്ഷേ കഴിഞ്ഞ മത്സരത്തിൽ ഹർഷൽ പട്ടേലിൻ്റെ ഒരു വാല്യുബിൾ കോൺട്രിബ്യൂഷൻ ആണ്. 4 വിക്കറ്റ് എടുത്തു. അത് ഞാൻ മാച്ച് റിവ്യൂ വീഡിയോയിൽ തന്നെ പറഞ്ഞതാണ്. ഹർഷൽ പട്ടേലിൻ്റെ വളരെ നല്ലൊരു കോൺട്രിബ്യൂഷൻ ആയിരുന്നു. തുടക്കത്തിൽ നന്നായിട്ട് അടിച്ചുകൊണ്ടിരുന്ന പ്രിയാൻഷാരയുടെ വിക്കറ്റ് എടുത്തു. പിന്നെ ഒരു ഓവറിൽ തന്നെ നമ്മുടെ ശ്രേയസ് അയ്യറിൻ്റെയും മാക്സ്വലിൻ്റെ ഒക്കെ വിക്കറ്റ് എടുത്തിട്ട് പുള്ളി വളരെ നന്നായിട്ട് ബോൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവരുടെ ബോളിംഗ് നോക്കിക്കഴിഞ്ഞാൽ ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ അത്രയ്ക്ക് ആശാവഹമല്ലെങ്കിലും അവിടുന്ന് ഇവിടുന്നും ഒക്കെ അത്യാവശ്യം പെർഫോമൻസ് വരുന്നുണ്ട്. എങ്കിലും ഇവർ മത്സരം ജയിക്കുന്നുണ്ടെങ്കിൽ ഇവരുടെ ബാറ്റിങ്ങിലൂടെ തന്നെ ആയിരിക്കും. ഇനി പിച്ച് കണ്ടീഷൻസിലേക്ക് വന്നാൽ മത്സരം നടക്കുന്ന വാങ്കഡയിലാണ്. റൺസ് ഒഴുകുന്ന പിച്ചാണ്. കുറച്ച് ഡ്യൂ ഫാക്ടർ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എന്നാൽ തുടക്കത്തിലെ ഓവറുകളിൽ പേസ് ബോളിങ്ങിന് നമ്മുടെ വാങ്കഡയെ പിന്തുണയ്ക്കും. അതായത് ഒരു സൗത്ത് ആഫ്രിക്കൻ പിച്ചുകളിലൊക്കെ കാണപ്പെടുന്ന പോലെ ഒരു പേസും ക്യാരിയൊക്കെ നമ്മുടെ വാങ്കഡയിലും ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ തുടക്കത്തിൽ പേസ് ബോളേഴ്സിന് ഒരു ആനുകൂല്യം ലഭിക്കും. അത് തന്നെയായിരിക്കും ട്രെന്റ് ബോൾട്ടും ദീപക് ചഹാറും ബുംറയും അടങ്ങുന്ന ഒരു ബോളിംഗ് യൂണിറ്റ് നോക്കിക്കാണുന്നത്. കാരണം സൺറൈസേഴ്സിനെ പരാജയപ്പെടുത്തണമെങ്കിൽ പവർ പ്ലേയിൽ വിക്കറ്റ് വീഴ്ത്തണം. അപ്പോൾ ഈ ഒരു പിച്ച് ഓഫർ ചെയ്യുന്ന ആ ഒരു പിന്തുണ മുതലാക്കാൻ കഴിയുമെന്ന വിശ്വാസത്തിലായിരിക്കും മുംബൈ ഇന്ത്യൻസിൻ്റെ ബൗളർമാരെത്തുന്നത്. അപ്പോൾ അതാണ് പിച്ചിനെ കുറിച്ച്. ഇനി പ്രഡിക്റ്റഡ് പ്ലേയിങ് 12 പറഞ്ഞു കഴിഞ്ഞാൽ മുംബൈ ഇന്ത്യൻസിൻ്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞൊരു ചേഞ്ച്, അതായത് വിൽ ജാക്സിന് പകരം കോർബിൻ ബോഷിനെയോ ബെവൻ ജേക്കബ്സിനെയോ, മിക്കവാറും കോർബിൻ ബോഷ് ആയിരിക്കും വരാൻ സാധ്യത. ആ ഒരു ചേഞ്ച് ഞാൻ കാണുന്നുണ്ട്. ആ ഒരു ചേഞ്ച് നല്ലത് തന്നെയാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലോവർ മിഡിൽ ഓർഡറിൽ നമ്മുടെ വിൽ ജാക്സിനെ കളിപ്പിച്ചുകൊണ്ട് കാര്യമില്ല. ഇനി സൺറൈസേഴ്സിന്റെ കാര്യത്തിലേക്ക് വന്നാൽ സൺറൈസേഴ്സ് കഴിഞ്ഞ മത്സരത്തിൽ കളിച്ച ടീം, വേറെ ഇഞ്ചുറി കൺസേൺസ് ഒന്നും ഇല്ലെങ്കിൽ കഴിഞ്ഞ മത്സരത്തിൽ കളിച്ച ടീം തന്നെ ആയിട്ട് മുന്നോട്ട് പോകാനാണ് സാധ്യത. കഴിഞ്ഞ മത്സരം ഹൈദരാബാദ് ഒരു ബാറ്റിംഗ് ഫ്രണ്ട്ലി പിച്ചായിരുന്നു. മുംബൈയും ഏറെക്കുറെ ഹൈദരാബാദിന് അത്ര ഇല്ലെങ്കിലും ഒരു ബാറ്റിംഗ് ഫ്രണ്ട്ലി പിച്ച് തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ഇതിൽ തന്നെ മുന്നോട്ട് പോകാനാണ് സാധ്യത. ഇനി പ്ലേയേഴ്സ് ടു വാച്ച് ഔട്ട് ഫോർ. ഇവിടെ ഞാൻ ഒരു പ്ലെയറിന്റെ പേരായിട്ടല്ല പറയുന്നത്. അതായത് സൺറൈസേഴ്സിന്റെ ടോപ്പ് ഓർഡർ വേഴ്സസ് മുംബൈ ഇന്ത്യൻസിന്റെ ഫാസ്റ്റ് ബൗളേഴ്സ്. അതായത് അഭിഷേക് ശർമ്മ, ട്രാവിസ് ഹെഡ്, ഇഷാൻ കിഷൻ വേഴ്സസ് ട്രെന്റ് ബോൾട്ട്, ദീപക് ചഹാർ, ജസ്പ്രീത് ബുംറ. അപ്പോൾ ഈ ഒരു കോൺടെസ്റ്റ് എങ്ങനെ വരും? ഈ ഒരു കോൺടെസ്റ്റ് മത്സരത്തിന്റെ ഭാവി തന്നെ നിർണ്ണയിക്കാനുള്ള ഒരു കെൽപ്പുള്ള ഒരു കോൺടെസ്റ്റ് ആണ്. അപ്പോൾ ഇതാണ് ഞാൻ ഉറ്റുനോക്കുന്നത്. അതുപോലെ തന്നെ ഇഷാൻ കിഷൻ നമുക്കറിയാം, പഴയ മുംബൈ ഇന്ത്യൻസിന്റെ താരമാണ്. ഇഷാൻ കിഷൻ നന്നായിട്ട് അറിയാവുന്ന ഗ്രൗണ്ടും നന്നായിട്ട് അറിയാവുന്ന ബൗളേഴ്സും ഒക്കെയാണ്. അപ്പോൾ ഇഷാൻ കിഷൻ എങ്ങനെ പെർഫോം ചെയ്യുമെന്നതും ഞാൻ കാത്തിരിക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഇന്നത്തെ മത്സരത്തിൽ ആരായിരിക്കും വിജയിക്കുക? മുംബൈ ഇന്ത്യൻസ് ആയിരിക്കുമോ അതോ സൺറൈസേഴ്സ് ഹൈദരാബാദോ? നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി ഉടൻ തന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ക്രിക്ക് ടോക്സ് വിത്ത് കിരൺ.